നമസ്കാരം. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ഒരു അധ്യായത്തിലേക്കാണ് നാം ഏവരും കടക്കാനായി പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അഥവാ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശുഭവാർത്തകളാകാം. അത്തരം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക. എവരും ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമൻ്റായി രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകാം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉടനെ സാധ്യമാകുമോ എന്ന് ഈ അധ്യായത്തിലൂടെ നോക്കാം. നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് ഈശ്വര തീരുമാനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലാണ് എങ്കിലും തുടരുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും ഒരു മാർഗവും ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ജീവിതത്തിന്റെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പല വിധത്തിലുള്ള പരിശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. രക്ഷപ്പെടണം എന്ന ആഗ്രഹം മനസ്സിൽ വല്ലാതെയുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് സൂചനയായി നൽകുന്നത് നിങ്ങളെ മനസ്സിൽ ഉള്ള ആ ആഗ്രഹങ്ങൾ സഫലമാകണം എങ്കിൽ അഥവാ നിങ്ങൾ ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരണം, ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരണം എങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നതായ ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ പൂർണ്ണമായും വിട്ട് കളയേണ്ടത് അനിവാര്യമാണ് എന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ നിങ്ങൾക്ക് വിട്ട് കളയുവാൻ ഇപ്പോഴും സാധിക്കാത്ത മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാകാം. തീർച്ചയായും ഇത്തരം സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ അതിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ നിന്നും മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുമോ, ഇനിയും ഇത്തരം പ്രയാസങ്ങൾ വന്നു ചേരുമോ എന്ന ഭയവും നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളിൽ പലർക്കും അത്തരമൊരു ഭയമുണ്ട് എന്നതും വാസ്തവമായ കാര്യമാണ്. അതിനാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും പ്രവർത്തിക്കണമോ എന്നൊരു ഭയം മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ ആ ഭയത്തെ നിങ്ങൾ വിട്ട് കളയേണ്ട ഒരു സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ നിങ്ങളിലുള്ള ഭയം തീർച്ചയായും നിങ്ങളെ അകറ്റി നിർത്തുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ഭയത്തെയും വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യം അത് എന്താണോ അതിനുവേണ്ടി ധൈര്യമായി നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം തീർച്ചയായും ഉണ്ടാകും.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായ ഒരു സാഹചര്യം കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. അപ്രകാരമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ വലിയ മനസ്സ് ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പെട്ടെന്ന് മനസ്സ് അലിയുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ഈ സ്വഭാവം മൂലം പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഒരുപാട് ദോഷങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. കാരണം നിങ്ങളിൽ നിന്നും പലതും തട്ടിയെടുക്കാൻ എളുപ്പമാണ് എന്ന് മറ്റുള്ളവർ കരുതുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളെ പുകഴ്ത്തി പറയുവാനും ഒരുപാട് പേർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഇവരുടെ ഇത്തരം ആവശ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ തള്ളിപ്പറയുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിയിൽ കാര്യങ്ങൾ മാറാം. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ വീക്ഷിക്കുന്നു എങ്കിലും അത് കൃത്യമായി വീക്ഷിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. പലരെയും പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളെ ചതിക്കാത്ത ചില വ്യക്തികളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും അടുത്തറിഞ്ഞ ചുരുക്കം ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പം ഇപ്പോഴുമുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരുടെ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ല എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. സപ്പോർട്ട്, സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചില വ്യക്തികൾ തീർച്ചയായും തയ്യാറായി വരുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പിന്തുണ മറ്റുള്ളവർ നൽകുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെയാണ് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ സഹായിച്ചതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. നിങ്ങളുടെ നല്ല മനസ്സിനും നല്ല പ്രവൃത്തിക്കുമൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്നതുമാണ്. അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് കാണുന്നു. അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. അതൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുവാനും നിങ്ങളുടെ തെറ്റുകൾ അത് മനസ്സിലാക്കി തരുവാനും നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് സാധിക്കുകയോ സാധിച്ചിട്ടുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ആ വ്യക്തി കടക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഒരു പക്ഷേ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങളെ പങ്കാളിയുടെ സഹായത്താലും സപ്പോർട്ട് കൊണ്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യത്തിന് മാറ്റങ്ങൾ സംഭവിക്കും എന്നും കാണുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടി ധൈര്യമായി നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ലക്ഷ്യം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ മുന്നോട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ, അത്തരം ആശങ്കകളുണ്ട് എങ്കിൽ അതിനെല്ലാം അങ്ങനെയുള്ള ഭയം നിങ്ങൾ ഈ സമയം പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി ധൈര്യത്തോടെ പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്ക് പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും.
തീർച്ചയായും നിങ്ങളെ അനുകൂലമായ കാര്യങ്ങൾ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നതായും കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങൾ പൂർണ്ണമായും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു അനുഗ്രഹം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നു, അഥവാ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ്. ഈ ഒരു സമയം ആ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും മനസ്സും ധൈര്യവും ശക്തിയെല്ലാം നിങ്ങൾക്ക് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ ധനപരമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാനുള്ള പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വരും എന്നും കാണുന്നു. ഈ സമയം വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന ചില അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പോസിറ്റീവായ ഊർജമാണ് പ്രദാനം ചെയ്യുന്നത്. അത് തീർച്ചയായും നിങ്ങൾ സ്വന്തമാക്കി സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകണം.